മായക്കുട്ടിയുടെ അമ്മ, യെസ്, മായാസ് അമ്മ, സ്വാതി ജഗദീഷ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ മനഃപൂർവ്വമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സ്വാതിയിൽ നിന്ന് കുറേയേറെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. അപ്പോൾ ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്, ലാക്ടേഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ ലിസ്റ്റ് തൻ്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ടു. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഏത്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഫേവറേറ്റ് പാരന്റിങ് തന്നെയാണ്. ശരിക്കും മായാസ് അമ്മ എന്ന് ഞാൻ എത്ര പ്രാവശ്യം മായ എന്ന് വിളിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മായയുടെ അമ്മയാണ്. മായയുടെ ഒറിജിനൽ നെയിം, ഫുൾ നെയിം? മായ നേരിട്ടുള്ളൂ. പിന്നെ പാസ്പോർട്ടിൽ മാത്രം മായ അരവിന്ദുണ്ട്. ഓക്കെ. ശരിക്കും സ്വാതി എന്നാണ് പേരെന്നുള്ള സത്യമായിട്ട് ഞാൻ ഏറ്റവും ഒടുവിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടം പാരന്റിങ്, ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാറുള്ളത് ഇപ്പോൾ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും വളരെ ആക്റ്റീവാണ് സ്വാതി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് വരുന്ന എൻക്വയറീസ് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? സെക്സ് തന്നെയാണ്. അപ്പോൾ ഈ പാരന്റിങ്ങിൽ നമുക്ക് തുടങ്ങാം. കുട്ടികളെ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് നമുക്കൊക്കെ ഉണ്ട്. എന്നൊക്കെയാണെങ്കിൽ വീട്ടിൻ്റെ പുറത്തിറങ്ങി എനിക്ക് ഓർമ്മയില്ല. മീൻസ് അമ്പലത്തിൽ പോവാം, ഞങ്ങളൊരു അമ്പലം ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്പലത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവും. ഇല്ലെങ്കിൽ ഒരു ഷട്ടറിട്ട ഒരു ഗ്രില്ലിട്ട വീടാണ്. ഗ്രില്ലിടും, വെളിയിൽ പൂട്ടും, ചാവി ഞങ്ങൾക്ക് തന്നെ തരും, പോവും. അപ്പോൾ ആര് വന്നാലും പുറത്ത് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് അവരങ്ങ് പോലാണ് പതിവ്. ആരെയും നമ്മൾ പോകുന്നില്ല, നോക്കുന്നില്ല, പറയുന്നില്ല. അതൊക്കെ തന്നെയായിരുന്നു, സെയിം ആയിരുന്നു അല്ലേ? എല്ലാവർക്കും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ജീവിച്ചാൽ. പക്ഷെ ഇന്ന് വരുമ്പോൾ നേരെ ഉൾട്ടയാണ്. നമുക്കങ്ങനെ പിള്ളേരെ അടച്ചിടാൻ പറ്റത്തില്ല, നമ്മൾ അടച്ചിടില്ല. കാരണം നമ്മൾ അനുഭവിച്ചതൊന്നും നമ്മുടെ പിള്ളേർ അനുഭവിക്കരുതെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം അന്നത്തതിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് ചെറിയ വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യും? എനിക്കൊന്നൊരു പുതിയ സെറ്റ് ഓഫ് സോൾസ് ആണ് റീഇൻകാർണേറ്റ് ചെയ്തതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. സോൾ തിയറിയിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിലും ഒരു വേറെന്തോ ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ. അവരുടെ ആൻസേഴ്സും അവരുടെ ഒരു ക്ലാരിറ്റിയും അവർ ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പം വലിയൊരു അമ്മച്ചി ഇരുന്ന് പറയുന്ന പോലെയൊക്കെ എനിക്ക് എൻ്റെ മോള് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറ്. എനിക്ക് ആ ഏജിൽ അത്രത്തോളം വിവരം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള റെസ്പോൺസുകളും, പിന്നെ അവരുടെ ആണെങ്കിൽ തന്നെ ഒരു ബൗണ്ടറീസ് ഒക്കെ അവർക്ക് അറിയാം എന്താന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ എന്തിനാ അവിടെ വരണം, അത് അമ്മയുടെ ഫ്രണ്ട്സ് അല്ലേ അവിടെ ഉണ്ടാവുക, അപ്പൊ ഞാൻ അവിടെ വന്നാൽ അൺകംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് എന്നുള്ള ഒരു ക്ലാരിറ്റി. അത് ഇന്നത്തെ കുട്ടികൾ, കാരണം ഞാനൊരു പേരന്റിങ് സപ്പോർട്ട് ഗ്രൂപ്പ് നടത്തുന്ന ആളായതുകൊണ്ട് എൻ്റെ കുട്ടിയെ മാത്രമല്ല ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, അതും ഞാൻ ബിഹേവിയർ സൈക്കോളജിയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചത്. അപ്പം എനിക്കിങ്ങനെ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആയിരക്കണക്കിന് പേരൻസിനെയും അവരുടെ കുട്ടികളെയും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു തലമുറ ഒരു വേറൊരു ലെവലാണ് ശരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. അവർക്ക് ഏറ്റവും നീഡായിട്ട് തോന്നുന്നത് എന്താണ് ഇന്നത്തെ കാലത്ത്? നമ്മുടെ മക്കൾക്ക് ഏറ്റവും നീഡായിട്ട്, ഇപ്പോൾ മായ തന്നെ സ്വാതിയുടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതാ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുമി, കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് നമ്മുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നീഡ്സ് ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടും ലവും അഫെക്ഷനും അറ്റാച്ച്മെൻറ്റും ഹഗ്സും കഡിൽസ് കിസ്സസ്, അതുപോലെ തന്നെ അവരുമായിട്ടിരുന്നുള്ള നല്ല ഹെൽത്തി കോൺവെർസേഷൻസ്, ഓപ്പൺ ആയിട്ടുള്ള ഓണസ്റ്റ് കോൺവെർസേഷൻസ്, ഇതൊക്കെ നമ്മളും ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പാർട്ട് ഫ്രം റോട്ടി കപ്പട മക്കാൻ നമുക്കിതൊക്കെ വേണമായിരുന്നു, പക്ഷെ കിട്ടിയിട്ടുണ്ടാവും. ചില ഫാമിലീസിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ചില ഫാമിലീസ് വളരെ ടോക്സിക് ആയിരുന്നായിരിക്കും. ചില പേരൻസ് ഒത്തിരി അതോറിറ്റേറിയൻ സ്ട്രിക്റ്റ് പേരൻസ് ആയിരുന്നായിരിക്കും. ഇപ്പം സുമിയും സൈക്കോളജിസ്റ്റ് ആണ്, അപ്പോൾ ചില പണ്ടത്തെ കാലത്ത് തന്നെ ജെന്റിൽ പേരന്റിങ്ങും ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഫാമിലീസും ഉണ്ടായിരുന്നു. അപ്പം നീഡ്സ് വൈസ് എനിക്ക് ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത്. പക്ഷേ certain elements ഇന്നത്തെ തലമുറയിൽ ഞാൻ കാണുന്ന ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. നമ്മൾ എക്സ്പോസ് ആയ കാര്യങ്ങളല്ല അവർ എക്സ്പോസ് ആവുന്നത്. കുറെ കൂടെ വേൾഡ് വ്യൂ ഉണ്ട്. ലെറ്റ്സ് സേ ഒരു യൂട്യൂബ് ചാനൽ എടുത്താൽ തന്നെ ദേ ആർ ഏബിൾ ടു സീ അമേരിക്കയിൽ എന്താണ് ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയിൽ എന്താണ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ മോളൊക്കെ അറിയാതെ ഓസ്ട്രേലിയൻ ആക്സെന്റ് ഒക്കെ കയറി വരും. ആ ഷോ ആയിരിക്കും ചിലപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ കൺട്രിയിൽ ഇങ്ങനെയാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതിൽ എന്താണ് ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്നും പറയാറുണ്ട് അവർ. അതെ, പിന്നെ ഞാൻ പറഞ്ഞ ഒരു ക്ലാരിറ്റി കൂടുതലുണ്ട്. പിന്നെ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു ഓൺലൈൻ ആസ്പെക്റ്റും കൂടി ഈ
ഈ തലമുറയ്ക്ക് വരുന്നുണ്ട്. വേറെ എല്ലാവരുടെ കയ്യിലും ഗാഡ്ജറ്റ് ഉണ്ട്. അതിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പം എൻ്റെ മോൾക്കൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 17-18 നിനക്ക് ഫോൺ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നത് നമ്മൾ 15-16 എവിടെയെങ്കിലും ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നു വിടുമോ, അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. അത് വേണമെങ്കിൽ ഒരു ബേസിക് ഫോൺ ചിലപ്പോൾ ഞാൻ തന്നിരിക്കും. പക്ഷെ പ്രോപ്പർ ഓൺലൈൻ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ഓൺലി വൺസ് ഐ ഫീൽ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ആ സമയത്തെ അത് കിട്ടത്തുള്ളൂ എന്നുള്ളത് ഇപ്പം തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ തന്നെ അവർ എന്താണ് കാണുന്നത്, വേണ്ടാത്ത വല്ലതും കാണുന്നുണ്ടോ, കാണുമോ, കണ്ടിട്ട് പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മളടുത്ത് ഒന്ന് പറയാനുള്ള ഒരു സ്പേസും ഫ്രീഡമും നമ്മൾ കൊടുക്കുന്നുണ്ടോ. അപ്പൊ ആ ഒരു എലമെന്റ് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കയറി വരുന്നുണ്ട് ഈ ജനറേഷനിൽ. എക്സ്പോഷർ ആൻഡ് ഓൺലൈൻ സേഫ്റ്റി. ഈ വേണ്ടാത്തത് എന്ന് പറഞ്ഞ വാക്കിൽ ഞാൻ പിടിക്കുകയാണ്. എന്താണ് വാട്ട് ഈസ് വേണ്ടാത്തത്? സോ വേണ്ടാത്തത് ക്യാൻ ബി എനിത്തിങ്. നമ്മൾ ബ്രോഡ്ലി നോക്കുമ്പം പോണോഗ്രാഫിക് മെറ്റീരിയലിനെയാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. കാരണം ഇന്നിപ്പം ഒരു പോൺ സൈറ്റിൽ തന്നെ പോയി പോണോഗ്രാഫിക് മെറ്റീരിയൽ കിട്ടണമെന്നില്ല. എല്ലായിടത്തും എവിടെയെങ്കിലും ഒക്കെ സെക്ഷുവലി ഇന്റർട്വൈൻഡ് ആയിട്ട് ഇങ്ങനെയുള്ള മെസ്സേജിങ് ഇങ്ങനെ അവർ സബ് കോൺഷ്യസ് ലെവലിൽ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ തന്നെ ചില ഷോസിൽ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചില സട്ടിൽ മെസ്സേജസ്, ചില കാര്യങ്ങൾ, ചില ഡയലോഗുകളിലുള്ള ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അതുണ്ട്. പിന്നെ മെയിൻ സ്ട്രീം ടെലിവിഷൻ തന്നെ എത്രയോ കാര്യങ്ങൾ എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് പോൺ പോലും പ്രശ്നമല്ല. അത് അറ്റ്ലീസ്റ്റ് യു ക്യാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ബേബി നിന്റെ പ്രായത്തിനുള്ളത് അല്ലാന്നെങ്കിലും നമുക്കത് പറയാൻ പറ്റും. ഇതിപ്പോൾ ഒരു സാധാരണ നമുക്കറിയാവുന്ന ഒരു TV താരമും ഒരു സിനിമാ താരമും ഒക്കെ അവരുടെ സിനിമകളിലും അവരുടെ ഡയലോഗുകളിലും അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറയുന്നത് നമ്മൾ ഇതിപ്പോൾ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഗെയിമിങ്. അപ്പം എനിക്ക് ഞാൻ കേട്ടിടത്തോളം എൻ്റെ മോൾ ആ ഒരു ലെവലോ തെറ്റിയിട്ടില്ല. പക്ഷെ ടീനേജേഴ്സ് കൂടുതൽ എനിക്കൊന്ന് റോബ്ലോക്സ് അങ്ങനത്തെ ചില മൈൻഡ് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞതൊക്കെ കളിക്കുന്നില്ല. അപ്പം അതിൻ്റെ പേരൻസ് ഒത്തിരി പേര് എനിക്ക് DM ചെയ്യാറുണ്ട്. ഇങ്ങനെ അവർ ആ ഗെയിം കളിക്കുമ്പം ആ ഗെയിം കളിക്കുന്ന മറ്റാളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസും അതിനകത്ത് സെക്ഷൽ ഇന്റൻഷൻ, വേറെ രീതിയിലുള്ള ഇന്റൻഷനുള്ള ആളുകളുമായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും വരുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏർലി ആയിട്ട് തുടങ്ങുന്ന കുട്ടികൾ, ലെറ്റ്സ് സേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 13 ഇയേഴ്സിൽ നമുക്ക് അകത്ത് കയറാം. അപ്പൊ അവർ 13-ലും 14-ലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പം അതിനകത്ത് വരുന്ന പ്രഡേറ്റേഴ്സ് അവർ കുട്ടികളുടെ അക്കൗണ്ട് ആണെന്നുള്ളത് അറിഞ്ഞു വരുന്നത് അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പോണോഗ്രഫിയെക്കാട്ടിലും കുറച്ചുകൂടെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സട്ടിൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് വേണ്ടി വരുന്ന സ്പേസസ് വേറെയും ഉണ്ട്. കുട്ടികളെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലാറ്റ്ഫോംസ് ഇതാണ് എന്നുള്ളത്. അതിന് മുമ്പ് പറഞ്ഞ ആ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞൊരു വാക്കാണ് അൺകണ്ടീഷണൽ ലവ്. നമ്മൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നതാണ് എല്ലാവരിൽ നിന്നും നമുക്കിത് കിട്ടണം എന്ന്. പക്ഷേ പാരൻസ് ഓൾവേസ് പറയുന്നത്, അല്ലെങ്കിൽ പാരൻസും പിള്ളേരും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ എപ്പോഴും പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെന്ന്. ആക്ച്വലി അത് കണ്ടീഷണൽ ലവ് അല്ലേ? കണ്ടീഷണലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ അവർ ഇങ്ങനെ ആയിരിക്കണം, അത് എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് പാരൻസിന് എന്താണോ ഇഷ്ടം അത് തന്നെയാണെന്നുള്ളത്. ഇപ്പം അതിന് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? അൺകണ്ടീഷണൽ അങ്ങനെ മൊത്തത്തിൽ അൺകണ്ടീഷണൽ അല്ല. ഇപ്പം ഞാൻ കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം നീ ഇരുന്ന് കഴിച്ചാലേ എനിക്ക് ഹാപ്പിനെസ് തോന്നത്തുള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബ്രോഡ്ലി അൺകണ്ടീഷണൽ ആവാമെന്നേ ഉള്ളൂ. അല്ലാണ്ട് സ്പെസിഫിക്കലി ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നോക്കുമ്പം ഇത്രയും നേരത്തിൽ കൂടുതൽ TV കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. സോ അവിടെ ഞാൻ ആ കണ്ടീഷനാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അപ്പം ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാം. ബട്ട് ഓൺ എ ബ്രോഡർ സ്കെയിൽ ഐ വുഡ് സേ അൺകണ്ടീഷണൽ എന്ന് പറയുമ്പം അവരെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യൽ തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ജനറേഷൻ അത് കിട്ടിയിട്ടില്ല. അപ്പം നീ ആരാണോ, നീ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ ഉടനെ ഞാൻ നിന്നെ ഷെയിം ചെയ്യും, ബുള്ളി ചെയ്യും, നിന്നെ ഞാൻ അടിച്ച് പപ്പടാക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാണ്ട് സാരല്ല, കുഴപ്പമില്ല, മിസ്റ്റേക്സിൽ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്, പോട്ടെ, ഇതിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്. അപ്പം അത് തന്നെ ഒരു അൺകണ്ടീഷണൽ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലവ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങനെ അഴിച്ചുവിടാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു പട്ടം പോലെ, അതായത് എവിടെ നമുക്ക് റിലീസ് ചെയ്യണം തോന്നുന്നു അവിടെ റിലീസ് ചെയ്യണം, എവിടെ നമുക്കൊന്ന് പിടിക്കണം തോന്നുന്നു പിടിക്കണം. അത് എന്തായാലും ഉണ്ടാവും പേരൻസിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ഫേം ബൗണ്ടറീസ്, നോട്ട് റിജിഡ് ബട്ട് ഫേം ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ വെരി ലവിങ് മാനർ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾ എപ്പോഴും പറയുന്ന പരാതികളിൽ ഒന്നാണ് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാരൻസിൻ്റെ അടുത്ത് പറ്റുന്നില്ല എന്നുള്ളത്. പല കുട്ടികളും എനിക്കും മെസ്സേജ് അയക്കാറുണ്ട്, ഞാനിതൊന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അമ്മ അച്ഛൻ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല. വൈ അവരോട് പറയാൻ പറ്റുന്നില്ല? അത് എന്തുകൊണ്ടായിരിക്കും? ആ ഒരു പോയിന്റ് എന്തുകൊണ്ടായിരിക്കും? അത് പാരൻസും കൂടി കേൾക്കട്ടെ, അവർക്ക് കൂടി ഒന്ന് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് അത്രയും ഓപ്പണായിട്ട് ബിഹേവ് ചെയ്യുന്ന, അവരെ നോക്കുന്ന കെയർ ചെയ്യുന്ന പാരൻസിനോട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
സുമി, എനിക്കും കുറേ ടീനേജേഴ്സ് അങ്ങനെ DM ചെയ്ത് പറയാറുണ്ട്, എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാർക്ക് കമ്മിയായിട്ട് വരുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്, അവരെല്ലാം പറയോ. ഓൺ എ ജനറൽ ലെവൽ അവർ നന്നായിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട് എങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ടാവാം ദാറ്റ് വുഡ് ഹാവ് മെയ്ഡ് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇവരത്ര ഓപ്പൺ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചോട്ടാ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചതിന് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് കാണുമായിരിക്കും എപ്പോഴെങ്കിലും. അത് അവരുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. സോ ആ ഒരു റെഫറൻസ് പോയിന്റ് അവർക്ക് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഒരു ഓപ്പൺനെസ് തോന്നാത്തത്. പിന്നെ എപ്പോഴും ഞാൻ പേരൻസിനോട് ഇപ്പോൾ സെക്സ് എഡ് വർക്ക്ഷോപ്പിലാണെങ്കിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞു, കഴിഞ്ഞു, സംസാരിച്ചു, നിർത്തുക, അങ്ങനെ ഒരു കാര്യമല്ല. ഇറ്റ്സ് എ വെരി കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് പ്രോസസ് ദാറ്റ് യു കീപ് ഓൺ ടോക്കിംഗ് അബൌട്ട് സംതിങ്. അപ്പം ഓൺ വൺ ഫൈൻ സൺഡേ ആഫ്റ്റർനൂൺ നിങ്ങൾ ഇരുന്ന് കാണുന്ന മൂവിയിലുള്ള ഒരു കാര്യം അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അറ്റ്ലീസ്റ്റ് ആ മൂവി കഴിഞ്ഞിട്ട് ഇത് നിനക്ക് എന്താ തോന്നിയേ, അത് അവരങ്ങനെ പറഞ്ഞപ്പം അത് ശരിയാണോ തെറ്റാണോ, വാട്ട് ഡു യു തിങ്ക്, ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്. സോ ഐ തിങ്ക് ഒരു ഓപ്പൺനെസ് ഉണ്ട് എന്ന് എന്ത് വേണമെങ്കിലും എന്നോടൊന്ന് പറയാട്ടോ, ഞാൻ വളരെ ഫ്രണ്ട്ലി അല്ലേ എന്നൊരു അനൗൺസ്മെന്റ് മാത്രം കൊടുക്കാണ്ട് ഒരു റെഗുലർ ബേസിസിൽ കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് ബേസിസിൽ കോൺവെർസേഷൻസ് ഉണ്ടെങ്കിൽ കണക്ഷൻ ആ ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തെങ്കിൽ എന്തായാലും പറയും. കാരണം അത്ര ഒരു എന്താ പറയാ, അങ്ങനെ ഒരു 3-4 ദിവസം ഒരാഴ്ച പേടിച്ചിരിക്കാനൊന്നും ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ഇത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂട്ടുകാർ പറഞ്ഞു, എനിക്കൊരു പേടി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഏതായിരിക്കും തോന്നുമ്പോൾ എനിക്കൊന്ന് വന്ന് ഷെയർ ചെയ്യാൻ ഒരു സേഫ് അഡൾട്ട് അവിടെ ഉണ്ടാവുന്നത് ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതപ്പോൾ എനിക്ക് സേഫായിട്ട് തോന്നുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ക്ലാസ്സിൽ പേരൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ബിക്കോസ് ഒരു ബേസിക് ഒരു ലൈക്കിംഗ് വരണ്ടേ ഒരാളുമായിട്ട്. ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോ വെരി വെൽ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, എന്നെ ഒരു 8-9 years ആയിട്ട് ഫോളോ ചെയ്ത് എൻ്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ദിൽ ടേക്ക് ഇറ്റ്. ബ്ലൈൻഡ് ട്രസ്റ്റ്, സ്വാതി പറഞ്ഞാൽ അത് എന്തെങ്കിലും ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് അറ്റ്ലീസ്റ്റ് ലൈക്ക് മീ. ഈ പറയുന്നത് നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇയാളെ, അപ്പൊ ഇയാൾ എന്താ പറയുന്നതെന്ന് കേട്ട് നോക്കാം. സോ ഒരു ബേസിക് ലൈക്ക് ഫാക്ടർ ഉണ്ടോ, ബിക്കോസ് റെസ്പെക്ട് പിന്നെയാണ്, ലവും പിന്നെയാണ് വരുന്നത്, ഒരു ലൈക്കിംഗ് ഉണ്ടോ. കാരണം നമ്മള് വി കനോട്ട് കംപ്ലീറ്റ്ലി ബി ദ ഫ്രണ്ട്. ഐ ഡു നോട്ട് ബിലീവ് പേരൻസ് ക്യാൻ ബി ഫ്രണ്ട്സ്. പേരൻസ് ക്യാൻ ബി ഫ്രണ്ട്ലി. അതെന്റെ മോള് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽ ആക്കിയിട്ടുണ്ട്, ഒത്തിരി മുമ്പത്തെ ഒരു പോസ്റ്റ് ആണ്. അവൾ എന്നോട് പറഞ്ഞതാണ്, യു കൻ ബി ഫ്രണ്ട്ലി ബട്ട് യു കനോട്ട് ബി മൈ ഫ്രണ്ട്. സോ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു ഫ്രണ്ടിന്റെ ലെവലിലോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. But I think we can create an environment where they can come and open up about anything and they won't be judged. ആ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വലിയൊരു കാര്യമാണ്. ഓക്കെ, ആക്ച്വലി സ്വാതിയുടെ മോള് ഒരു 10 വയസ്സുകാരിയാണ്. എൻ്റെ ചോദ്യം പാരന്റിങ്ങിൽ നിന്ന് സെക്സ് എഡ്യൂക്കേഷനിലേക്ക് പോവാണ്. ഒരു കുട്ടിക്ക് നമ്മൾ സെക്സ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട പ്രായം ഏത്? ഇറ്റ് ഡിപ്പെൻസ്. കാരണം ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ പറയുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് സെക്ഷൽ ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യുക എന്നാണ് ആദ്യം പറയുന്നത്. സോ ചില ഏജിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ 4 വയസ്സ് വരെ ഓൾമോസ്റ്റ് ഒരു കുട്ടി നേക്കഡ് ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന്റെ ഏർലി മാൻ ബ്രെയിനിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മേത്തോട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ വീട്ടിൽ കൂടെ ഷഡ് ഇട്ടുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഡയപ്പർ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ. പക്ഷേ ആ കുട്ടി ആ ഒരു സ്റ്റേജ് കഴിയുമ്പം ദാറ്റ് ചൈൽഡ് ഇറ്റ് സെൽഫ് ഫീൽസ്, ഓ വലിയ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ ഇരിപ്പുണ്ട്, നമ്മളൊരു പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകാമെന്ന് ആ കുട്ടിക്ക് തന്നെ തോന്നും. ബോഡി ബൗണ്ടറീസ് സെൽഫായിട്ട് തന്നെ അത് കൊണ്ടുവരും. അപ്പോൾ വിച്ച് മീൻസ് നേക്കഡായിട്ട് നടക്കുക എന്നൊരു പേരന്റ് കംപ്ലൈന്റ് പറയുമ്പോൾ എന്താണ് പ്രായം എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ഒരു 3.5 വയസ്സ് അപ്പോൾ കുഴപ്പമില്ലടാ, ഒരു 6 മാസത്തിൽ. കാരണം ആ ഏജിൽ കുട്ടികളുടെ ബിഹേവിയേഴ്സ് ഒരു 2-3 months ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിലൊക്കെ വി ആർ ഏബിൾ ടു സീ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ചൈൽഡ്. ആ ഏജിൽ ഒരു 7-8 വരെ റാപ്പിഡ് ആയിട്ടാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ബോഡി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3.5 വയസ്സ് കുട്ടിക്കും 4 വയസ്സ് കുട്ടിക്കും ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. 2 വയസ്സ് വരെ ഒരു വാക്ക് പോലും മിണ്ടാത്തൊരു കുട്ടി 2 വയസ്സ് പ്ലസ് 2 മാസം കഴിയുമ്പോഴത്തേക്കും ചറപറ എന്ന് വർത്താനം പറയുന്നത് നമ്മൾ കാണാറ്. അപ്പൊ ആ ഏജിൽ ദോസ് എവറി മന്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ ഏജിൽ അത് പ്രശ്നമില്ല. 32-കാരനും 35-കാരനും വലിയ വ്യത്യാസമൊന്നുമില്ല. 30 വയസ്സുകാരനും 37 വയസ്സുകാരനും വലിയ വ്യത്യാസമൊന്നുമില്ല. സോ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ എവറി മന്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്, എവറി വീക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ്ലി ചില കാര്യങ്ങൾ സെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു 5 വയസ്സുകാരൻ അനിയത്തി ഉണ്ടായി, ബേബി. അപ്പൊ അനിയത്തി ഇതെന്താ അമ്മ ഇത് ഇങ്ങനെ ഇരിക്കുന്നേ കുട്ടിയുടെ ബോഡി, ഇത് വൾവയാണ്.
ഓക്കെ, അപ്പോൾ എനിക്ക് പീനസ്, ഇത് വൾവ, അപ്പോൾ മെയിൽ ബോഡിക്ക് പീനസ്, ഫീമെയിൽ ബോഡിക്ക് വൾവ, ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഡയപ്പർ മാറ്റുന്ന സമയത്ത് ആ കുട്ടി വന്ന് അവിടെ നിൽക്കുന്നത് ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ, ബിക്കോസ് ഫോർ 4 or 5 ദാറ്റ്സ് നോർമൽ ക്യൂരിയോസിറ്റി. But a 9-year-old or a 10-year-old will not probably come and see like that or want to touch. അത് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ആ ഏജിൽ they know it's not okay. അപ്പം നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് സെക്ഷൽ ഡെവലപ്മെന്റ് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് കോൺവെർസേഷൻസ് ആവാം കുട്ടിയായിട്ട്. ആ ഏജിൽ എന്താണ് മനസ്സിലാക്കുക എന്നുള്ളത് ആ പേരന്റിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ എന്റെ മോള് 4 വയസ്സിൽ അല്ല 5 വയസ്സിൽ ഭയങ്കര ആർട്ടിക്കുലേറ്റ് ആയിരുന്നു. ലാംഗ്വേജ് സ്കിൽസ്, അവൾ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്, പക്ഷെ അവളുടെ ലാംഗ്വേജ് സ്കിൽസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് മാത്രമേ കൂടുതൽ പറയുന്നുള്ളൂ, ഈ നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ഒക്കെ കാരണം. നേരത്തെ മലയാളം, തമിഴും ഇംഗ്ലീഷും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറയുമായിരുന്നു ഒരു ഏജിൽ. അപ്പം സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു, ആ സിൻടാക്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ആള്. പക്ഷേ അവളുടെ പിയർ ഗ്രൂപ്പായിട്ടുള്ള വേറൊരു 4-5 വയസ്സുള്ള കുട്ടി അത്രമാത്രം ആർട്ടിക്കുലേറ്റ് അല്ലായിരുന്നു. കാരണം ഞാൻ ഇത്രയും കുട്ടികൾ, നമ്മളൊരു സ്കൂൾ നടത്തുന്ന രീതിയിലാണ് ഈ കുട്ടികളെ വാച്ച് ചെയ്യുന്നത്. അപ്പം 4-5 വയസ്സിൽ അത്രത്തോളം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാത്ത കുട്ടിയോട് നമ്മൾ എന്തോന്ന് പോയി പറയാനാ? അല്ല തന്നെ ആ കുട്ടി ചിലപ്പോൾ മനസ്സിലാക്കുന്നതും ആ ഒരു ലെവലിലായിരിക്കും മനസ്സിലാക്കുന്നത്. ആ കുട്ടിക്ക് ചിലപ്പോൾ അതിന് പകരം അതിന്റെ ഫിസിക്കൽ സ്കിൽസ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്തത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ മോൾ ഒരു സ്ലൈഡില് തിരിഞ്ഞു കയറാൻ 7-8 മാസം എടുത്തിട്ടുണ്ട്. അതായത് അവരുടെ സെയിം ഏജിലുള്ള ഒരു കുട്ടി തിരിച്ച് സ്ലൈഡിലോട്ട് റിവേഴ്സിൽ കയറിയതിന് ശേഷം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കുട്ടി ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഇവള് കയറുന്നത്. സോ ആ സ്കില്ല് ഇവൾക്ക് ആ ടൈം എടുത്തു. അപ്പൊ അതുപോലെ തന്നെ പല്ല് വരുന്നത്, അതുപോലെ ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ സം അതർ വേ, ബട്ട് സം അതർ സ്കിൽ വിൽ ബി ഡെവലപ്പിംഗ്, വേറെസ് വൈസ് വേഴ്സ വേറെ കുട്ടിക്ക്. സോ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടിക്ക് എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് കോൺവെർസേഷൻസ് ആക്കാൻ പറ്റത്തുള്ളൂ. അനദർ ആസ്പെക്ട് വി നീഡ് ടു തിങ്ക് ഇസ് വാട്ട് ഇസ് ദാറ്റ് ചൈൽഡ് എക്സ്പോസ് ടു. ഇപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ ഡോക്ടറും അവരുടെ ഹസ്ബൻഡും അവർ രണ്ടുപേരും മെഡിക്കൽ പ്രൊഫഷണലാണ്, അവർ രണ്ടുപേരും ഇങ്ങനെ സർജറിയെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ബോഡിയെക്കുറിച്ചും ഒക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ കുട്ടികളായിട്ടുണ്ടായിരുന്നു, ഒരു കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ അവർക്ക് അറിയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ സെക്സ് എഡ്യൂക്കേഷനിലും പാരന്റിലും ആയതുകൊണ്ട് എൻ്റെ മോൾക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ അറിയാം. അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൾക്കൊരു വലിയൊരു ഇത് തോന്നത്തില്ല, ബാക്കിയുള്ള കുട്ടികൾ കാണിക്കുന്നതിന്റെ ആ ഒരു ഇത് കാണത്തില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ് ഉള്ള വീട്ടിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ആണ്. ഗ്രാൻഡ് പേരൻസ് ഇല്ലാത്ത വീട്ടിൽ വേറെ ഡെയിലി സീരിയൽ കാണുന്ന വീട്ടിലുള്ള കോൺവെർസേഷൻസ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. വേറെ TV ഇല്ലാത്ത വീടുകളുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പോൾ ആ കുട്ടി എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒന്നും കാണാത്തൊരു കുട്ടിയോട് പറയുന്ന കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഐ വുഡ് സേ ഒരു 7, 8, 9 തന്നെ ആ കോൺവെർസേഷൻസ് വരും. ബിക്കോസ് ആ കുട്ടി തന്നെ ചോദിക്കും. കാരണം 3, 4, 5 വയസ്സിൽ ഞാൻ എവിടുന്നാ വന്നേ, വേർ ഡിഡ് ഐ കം ഫ്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഒരു ഓണസ്റ്റ് ആൻസറിന് വേണ്ടി വി മൈറ്റ് ടെൽ ഓക്കെ യു കെയിം ഔട്ട് ഓഫ് ദ വജൈന ഓർ ഡോക്ടർ കട്ട് ഓപ്പൺ സ്റ്റമക്ക് ആൻഡ് ടുക്ക് യു ഔട്ട് ത്രൂ എ സർജറി കോൾഡ് C-section എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു പറഞ്ഞെന്നിരിക്കും. ബട്ട് അതേ കുട്ടി ആഫ്റ്റർ 6 months വിൽ ആസ്ക് ഓക്കെ ഫൈൻ ഹൗ ഡിഡ് ഐ റീച്ച് ദ യൂട്രസ്. ഇതൊക്കെ ഓക്കെ ഫൈൻ, കഥയൊക്കെ ഫൈൻ, ബട്ട് അതിന്റെ റൂട്ട് കോസ് എവിടെയായിരുന്നു, ഇത് എവിടുന്നാണ്? കാരണം ഇറ്റ്സ് എ വെരി എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി ഫിലോസഫിക്കൽ, വെരി സ്പിരിച്വൽ ക്വസ്റ്റ്യൻ ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് വിൽ ആസ്ക്. സോ യു നീഡ് ടു ബി റെഡി ടു ആൻസർ ഇറ്റ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അത് ആൻസർ ചെയ്യണമോ, അത് കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യണമോ, ഇത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്ന് പറയുന്ന പാരൻസിനെ നമ്മൾ കാണുന്ന ഇക്കാലത്തും കാണുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യണം, അവർക്കത് പറയാൻ താല്പര്യമില്ല. ഒന്നുകിൽ അത് പറയാനുള്ള നോളജ് ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയോട് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാൻ അമ്മയല്ലേ, അത് കുഞ്ഞല്ലേ, അത് ചെറുതല്ലേ എന്നുള്ളത്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമോ വേണ്ടയോ പാരന്റ്സ്? ഉറപ്പായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ ദൈവം തന്നതാന്നൊക്കെ പറയുന്ന പിള്ളേർ വിശ്വസിക്കും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആലോചിച്ച് നോക്കണ്ടേ. ദേ ആർ നോട്ട് ബിലീവിങ് അസ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ദേ ലൂസ് ട്രസ്റ്റ് ഇൻ അസ്. നാളെ വേറൊരു കാര്യം നമ്മളോട് ഒന്നും പറയില്ല. ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്താലേ ലേറ്റർ ഓൺ വലിയ വലിയ റിസ്കുകൾ ലൈഫിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തൊന്ന് ചോദിക്കാനോ പറയാനോ, അല്ലെ ക്ലാസ്സിൽ വേറൊരു കുട്ടി തന്നെ എന്തോ റിസ്കി ബിഹേവിയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാനുള്ള സ്പേസ് അന്നേരം ഉണ്ടാകത്തുള്ളൂ. സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് ഞാൻ പറയട്ടെ, ഒരു 3.5 മണിക്കൂറത്തെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് പേരൻസ് പറയുന്ന ക്യുമുലേറ്റീവ്ലി പറയുന്ന ഒരു കോമൺ സെൻറ്റൻസ് എന്താണെന്നറിയോ? സെക്സിനെ കുറിച്ച് എങ്ങനെ പറയണമെന്ന് വിചാരിച്ചതാണ് ഏറ്റവും ചെറിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അതിനെക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങളും ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള, വാല്യൂ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷനും ഞാൻ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ, അപ്പാർട്ട് ഫ്രം സെക്സ് എഡ്യൂക്കേഷൻ. അതൊക്കെയാണ് അവർക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇതൊരു വലിയ കാര്യമായിട്ട് വിചാരിച്ചു, അതിപ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല, ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും, അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും. ദർ ആർ അതർ തിങ്സ് ടു തിങ്ക് ഓഫ്. സോ ഇറ്റ്സ് നോട്ട്, സെക്സ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഓൺലി അബൌട്ട്
sex. Yeah, it's sexuality. It's an umbrella term that has so many topics that's coming underneath. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് പ്രാപ്തരായിരിക്കണം. At the same time എല്ലാത്തിനും ആൻസേഴ്സ് വേണ്ട. You don't have to have answers to everything. You can always tell the child, I don't know. എനിക്ക് അറിയില്ല. പക്ഷേ I'm also curious to know. Let's figure it out. Correct. ഞാനൊന്ന് തപ്പട്ടെ, ഞാനൊന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ, ഞാൻ വായിച്ചിട്ട് റെഫർ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ എന്ന് പറയുന്ന പോലെ ഗെറ്റ് ബാക്ക് ടു ദം. ജസ്റ്റ് ക്രിയേറ്റ് എ വെരി റിയലിസ്റ്റിക് ഫോം ഓഫ് എ പേരന്റ്. Don't make them think that you are this, you know, bigger person. എനിക്കെല്ലാം അറിയാം, just because I'm grown up, I know everything. അങ്ങനെയൊന്നുമില്ല. അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളെക്കാട്ടിലും പല കാര്യങ്ങളെ കുറിച്ച് അറിയാം. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. I always tell even my community members or people who attend my classes, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, show an imperfect parent. Show yourself as an imperfect human being, because they are also going to become imperfect people only. പിന്നെ നമ്മളൊക്കെ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം, മറിച്ച് ചെയ്യണം എന്ന് പറയുന്നത്, because we have been given this, you know, ഒരു വലിയൊരു പെഡസ്റ്റലിലാണ് നമ്മളെ പേരന്റ് എന്നുള്ള ഫിഗറിനെ വെച്ചിരുന്നത്. അവരും ഇംപെർഫെക്റ്റ് ആണെന്നുള്ള ലേറ്റർ ഓൺ വി റിയലൈസ്ഡ്. ബട്ട് നൗ ടു റിയലി ലിവ് എൻ ഇംപെർഫെക്റ്റ് ലൈഫ് നമുക്ക് ഭയങ്കര ഗിൽറ്റാ. സോ ഷോ എൻ ഇംപെർഫെക്റ്റ് പേഴ്സൺ. എനിക്ക് അറിയത്തില്ലടാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇത് അടിപൊളി കോൺസെപ്റ്റ് ആണല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് വായിക്കാം കേട്ടോ. അത് ചെയ്താൽ മതി, ആ ഒരു ഓപ്പൺനെസ് ഉണ്ടായാൽ മതി. കറക്റ്റ്. ഈ കുട്ടികൾക്ക് സെഷൻസ് എടുക്കാറുണ്ടല്ലോ, ഒരുപാട് സെഷൻസ്. കുട്ടികൾക്ക് ഞാൻ എടുക്കാറില്ല, പേരൻസിന് മാത്രം. ഈ പാരന്റ്സിന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടി സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ ക്ലാസ്സുകൾ വല്ലതും ചെയ്യാറില്ല. കുട്ടികൾ എന്ന് വെച്ചാൽ തീരെ കുട്ടികളല്ല, നമ്മൾ ഈ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകൾ വല്ലതും ഇതുവരെ എടുക്കുന്നില്ല. ഇല്ല. കുട്ടികളിൽ നിന്നല്ലെങ്കിൽ വരുന്ന കുറേ നേരിട്ടും അല്ലാതെയും ഒക്കെ വരുമല്ലോ, അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയം അബൌട്ട് സെക്സ് എന്താണ്? കൂടുതൽ ഇപ്പോൾ DMs കൂടുതലാണ് എനിക്ക് കൂടെയാണ് ഞാൻ ടീനേജേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ടീനേജേഴ്സിന് ഇതുവരെ ക്ലാസ്സസ് എടുക്കുന്നില്ല. കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ ഈസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്സ്. ക്രഷ് ഉണ്ട്, ഇങ്ങനെ ക്ലാസ്മേറ്റിന് ഇഷ്ടമാണ്, ഓർ ഇത് പേരൻസിനോട് പറയണോ വേണ്ടയോ, പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയായിരിക്കോ. സോ റിലേഷൻഷിപ്പ് ബേസ്ഡ് പേടികൾ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഏജ് കഴിയുമ്പോൾ ഒരു ഇപ്പം 18-19 ഒക്കെ ടീനേജർ ആണല്ലോ. അപ്പം 19-20 വെൻ ദേ സ്റ്റാർട്ട് ദെയർ സെക്ഷൽ എക്സ്പ്ലോറേഷൻ, ലോട്ട് ഓഫ് ദം, ഇത് കുറേ വരുന്നുണ്ട്. ഐ മിസ്ഡ് മൈ പീരിയഡ്സ്, ഐ എം സ്കേർഡ് ഐ വിൽ ഗെറ്റ് പ്രഗ്നന്റ്. കുറേ വരും. ഞാനൊന്നും ആൻസർ ചെയ്യാറില്ല. ബിക്കോസ് ഐ വാണ്ട് ദം ടു ഗോ ത്രൂ ഇറ്റ്. ഞാനിങ്ങനെ പറയാനാ വിൽ ദേ ഗെറ്റ് പ്രഗ്നന്റ് ഓർ നോട്ട്, അവർ ടെസ്റ്റ് എടുത്ത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഐ ഡോണ്ട് ടെൽ ദം മച്ച്. You go and take a test and then you'll, oh my God, what will happen if I... Prepare yourself for all these things. Correct. Then they'll be vigilant next time or whatever they do. All I can tell them is, you know, be safe, stay safe. Or കുറച്ചുകൂടെ വായിച്ചിട്ടും എടുത്തിട്ടും നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടായതിനു ശേഷം എക്സ്പ്ലോർ ഓൾ ദീസ് തിങ്സ്. ഇറ്റ്സ് ബെറ്റർ ദൻ ജസ്റ്റ് ഗോയിങ് ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിലും ബെറ്റർ അല്ലേ? ആൻഡ് ദെൻ ഗെറ്റിംഗ് സ്കേർഡ്. ഓർ ബോയ്സ് മെസ്സേജ്, 20-year-olds, 21-year-olds, my girlfriend hasn't got her period yet. Will she be pregnant? How will I know? I'll never know. She has to take a test to find out. എന്ന് മാത്രമേ പറയാറുള്ളൂ. Then he'll be scared for some time. But എൻ്റെ മുമ്പിൽ ഒരു 2-3 മണിക്കൂർ ക്ലാസ്സിന് എടുത്തുവാണെന്നുണ്ടെങ്കിൽ മേ ബി ആ യങ് അഡൾട്ടിനെ മേ ബി ഐ ക്യാൻ ഗിവ് ദം ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പക്ഷെ അങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കൺട്രിയിൽ ഇല്ലല്ലോ. ഈ DM ചെയ്ത് ഇമ്മീഡിയറ്റ്ലി എല്ലാവർക്കും ആൻസർ വേണം. DM ആകുമ്പോഴത്തേക്ക് വേറെ ആരും അറിയുന്നില്ല. 1-to-1 കോൺവെർസേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് രഹസ്യമായിട്ടിരിക്കും എന്നുള്ള ധാരണ. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അവർ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ടാവും, എൻ്റെ പേരൊന്നും പുറത്ത് പറയരുതേ എന്ന് പറഞ്ഞിട്ടും പറയുന്നുണ്ടാവും. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്, അവർക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, അവർ പോയിക്കൊണ്ടിരിക്കുന്ന പാത്ത് കറക്റ്റ് ആണോ അല്ലയോ അവർക്ക് നന്നായിട്ട് അറിയാം. They just want an extra assurance or maybe a little bit of validation. Or us telling that it's okay. അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്കിങ്ങനെ, ഞാനും ഒരു 100K പീപ്പിൾ ആവുന്നത് വരെ ഞാൻ എല്ലാ DM ആൻസർ ചെയ്യുമായിരുന്നു. പിന്നെ 200K ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അപ്പം ക്ലാസ്സുകളെ കുറിച്ച് എൻക്വയറി ചെയ്താൽ ഞാൻ ക്ലാസ്സുകളെ കുറിച്ച് പറയും. ബിക്കോസ് ഞാനൊരു 1 ലൈൻ ആൻസർ കൊടുക്കുന്നതിനെക്കാട്ടിലും ആ 2 മണിക്കൂർ വന്നിരുന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നുമാണ് അവർക്ക് കൂടുതൽ ലേണിംഗ് കിട്ടുന്നത്, മോർ ദാൻ മൈ 1 ലൈൻ. ബിക്കോസ് ഇപ്പോൾ ഞാൻ 1 ലൈൻ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ another question will come tomorrow, something else will come. അതിലും ബെറ്റർ അല്ലേ വന്ന് മൊത്തത്തിൽ ഇൻഫർമേഷൻ എടുത്തിട്ട് പോയിട്ട് don't ask that question to anybody. No, be empowered to deal with the whole thing by yourself.
ബട്ട് അത് ആളുകൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിത്തിങ് അതർ ദാൻ സെക്സ് സെക്ഷുവാലിറ്റി അല്ലാത്ത ടോപ്പിക്കുകൾക്കാണ് എനിക്ക് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഇച്ചിരി മടി ഇപ്പോഴും ഉണ്ട്. സെക്സ് എഡ്, സെക്ഷുവാലിറ്റി, ഇന്റിമസി എന്നൊക്കെ പറയുമ്പം ക്ലാസ്സിലൊക്കെ എങ്ങനെ പോയി ഇരിക്കുക, കാരണം അവരുടെ ഓൺ സെക്ഷുവൽ ഷെയിം is coming up, or maybe they went through sexual abuse and they have other baggages to deal with. അത് ഡീൽ ചെയ്യാതെ നമ്മൾ എങ്ങനെ അവിടെ പോയി ഇരിക്കുന്നത്. കുറെ വണ്ണുള്ളവർ പറയാറുണ്ട് ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയാ, അവരെ ആളുകൾ ജഡ്ജ് ചെയ്യോ, അവരെ കളിയാക്കോ, അവരെങ്ങനെ ഒരു എക്സസൈസിന്റെ ഡ്രസ്സ് ഇടുന്നേ, ജോഗേഴ്സ് എങ്ങനെ ഇടുക. അപ്പൊ ആ ഒരു പക്ഷെ ജിമ്മിൽ പോകുന്ന ആരെങ്കിലും അവിടെ വരുന്ന മറ്റുള്ളവരെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരവരുടെ കാര്യം ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് അവരവരുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ അവർ നോക്കുന്നുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഒരു വണ്ണുള്ള ആളുടെ മൈൻഡിൽ, ഒരു ബോഡി ഇമേജ് ഇഷ്യൂ ഉള്ള ആളുടെ മൈൻഡിൽ അതല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ പ്രോബ്ലം നമ്മുടെ സെക്സ് എഡ് ക്ലാസ്സിൽ ഞാൻ കാണാറുണ്ട്. ആ ഒരു ഇൻഹിബിഷനും ഒരു ഷൈനെസ്സും ഒക്കെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് കരൂറിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കരൂറിൽ ഒരു 30-40 പേരൻസ് ഒന്ന് അറ്റൻഡ് ചെയ്തു. അതിലൊരു കുട്ടി വന്ന് പറയാണ്, മാം ഞാനൊരു 6 കൊല്ലമായിട്ട് മാമിനെ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ പോസ്റ്റുകളും ഞാൻ കാണാറുണ്ട്, എല്ലാം റീഡ് ചെയ്യാറുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സിന് വരുന്നത് ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ആലോചിക്കുകയാണ്. 2-3 തവണ ഞാൻ ചെന്നൈയിലായിരുന്നു, മാമിന് ചെന്നൈയിലെ ക്ലാസ് ഉണ്ടായിരുന്നു, വരണം തോന്നി വരണ്ടെന്ന് വിചാരിച്ചു. ബാംഗ്ലൂരിലുണ്ടായിരുന്നപ്പോൾ മാം ബാംഗ്ലൂർ ക്ലാസ് ഉണ്ടായിരുന്നു, അന്നേരം അവസാനം എടാ കരൂറിൽ എങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവസാനം എങ്ങനെയൊക്കെയോ ധൈര്യം ഗ്യാദർ ചെയ്ത് വന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയേ ഉള്ളൂ കാര്യം. ഓ മൈ ഗോഡ്. വന്നിരുന്ന് ചിരിച്ച് കോമഡി ആയി എല്ലാം ചിരിച്ച് ഞാൻ ഹ്യൂമറസ് ആയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സംതിങ് എൽസ് വാസ് പുള്ളിങ് മീ ബാക്ക് എന്നാണ് കുട്ടി പറഞ്ഞത്. അല്ല, ആരാണ് ശരിക്കും സെക്സ് എന്ന് പറയുന്ന ഒരു മഹാപാപമാണെന്ന് വിചാരിക്കുന്നത്? എല്ലാവരും അങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വിചാരിച്ചിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലും കുട്ടികൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചെറിയ വാവകളാവട്ടെ, ചെറിയ പ്രായമുള്ള കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളാവട്ടെ, ഇന്നത്തെ ജനറേഷന് ഇതൊരു നോർമൽ തിങ് ആണെന്ന് അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് നോർമൽ തിങ് അറിയാം, അറ്റ് ദ സെയിം ടൈം അവരെ ആരൊക്കെയോ തടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, സെക്സ് എന്ന് പറയുന്നതേ പാപം. ഒരു ഇൻറ്റിമേറ്റ് സീൻ കണ്ടാൽ പോലും മുഖം മറയ്ക്കുന്ന പണ്ടത്തെ ജനറേഷൻ, അതുപോലെ കുറച്ച് പേര് ഇപ്പോഴുമുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അവരെ നമുക്ക് ഇനി എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എനിക്കറിയേണ്ടത്. ഇനി എങ്ങനെയെങ്കിലും അവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഒരാൾ സ്വയം വിചാരിക്കാതെ അവരുടെ ഉള്ളിലോട്ട് ഒരു ലേണിംഗ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനും ആദ്യമൊക്കെ കുറേ സേവിയർ കോംപ്ലക്സ് കളിച്ച് നടന്ന ആളാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ്, എല്ലാവരും അങ്ങോട്ട് വിചാരിച്ചതാ. പിന്നെ അറ്റ് വൺ പോയിന്റ് ഐ ജസ്റ്റ് ഗീവ് അപ്പ്. ഐ ആം ലൈക്ക് ഓക്കെ ഫൈൻ, മൈ ജോബ് ഇസ് ടു ഗിവ് ദാറ്റ് ഇൻഫർമേഷൻ. എനിക്ക് ഐ ഫീൽ ഇറ്റ്സ് മൈ ലൈഫ്സ് പേർപ്പസ്. ബിക്കോസ് ഞാൻ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു പൈസയും തരത്തില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഇരുന്ന് ചെയ്യും. കാരണം എനിക്ക് എഴുതുന്ന ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് എൻ്റെ ഒരു ധർമ്മമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദാറ്റ് ഐ വോണ്ട് ടു ജസ്റ്റ് ഗിവ് ഇൻഫർമേഷൻ. അത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് സീയിങ് മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഓൺ മൈ ഫീഡ്. കാരണം എനിക്കിതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് തോന്നാറുള്ളതുകൊണ്ട് ഇപ്പം എൻ്റെ വർക്ക് അത് ഞാൻ ചെയ്യുക. ഓൺ ദി അതർ ഹാൻഡ് നിൽക്കുന്ന ആൾക്ക് അത് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് റിസീവ് ചെയ്യും. ഓക്കെ, ഈ കുട്ടി ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇതിൻ്റെ ക്ലാസ്സിൽ എന്തോ ഒന്നുള്ളതെന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ക്ലാസ് വാങ്ങാനുള്ളവർ എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പോയി ക്ലാസ്സുകൾ വാങ്ങിക്കും. അല്ല ഫ്രീ കണ്ടന്റ് മാത്രം മതി എന്നുള്ളവർ ഫീഡിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഒപ്പോസിഷൻ ഉള്ളവർ കമൻറ്റ് ചെയ്യും, തീരെ ഇഷ്ടമില്ലാത്തവർ ട്രോൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ പല പല ആളുകളുടെ, അപ്പം അവർ ഇറ്റ്സ് അബൌട്ട് ദെം, നോട്ട് അബൌട്ട് മീ. ഞാൻ 100% ഐ എം ഗിവിങ് കണ്ടന്റ് ഓർ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു give that information out. പക്ഷേ it's up to them to take it or not. അപ്പോൾ ഈ പറയുന്ന ഈ മടിയുള്ള പേരൻസ് അല്ലെങ്കിൽ സെൽഫായിട്ട് ഇപ്പോഴും ആ ടാബും സ്റ്റിഗ്മയും ഉള്ള ഒരാൾ, ദേ ഷുഡ് റിയലൈസ് എൻ്റെ കുട്ടി നാളെ ടീനേജറായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് വന്ന് സംസാരിക്കാൻ ആ കുട്ടിക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഓപ്പൺനെസ് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കിയാലോ, അല്ല ഇന്നൊരാൾക്ക് ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടു, നന്നായിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു, അപ്പോൾ പോയി എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്നുള്ള ആ ഒരു നീഡ് അവരുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേ ആ ചേഞ്ച് വരത്തുള്ളൂ. കറക്റ്റ്. ഇനി മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമില്ല. അതിന് വലിപ്പ ചെറുപ്പമില്ല, പ്രായഭേദമന്യേ എല്ലാവർക്കും വേണ്ടുന്നൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. വാട്ട് ഈസ് യുവർ മെൻ്റൽ സ്റ്റേറ്റസ് ഇപ്പോഴും? അപ്പോൾ ഐ എം വെരി നൈസ്, ഹാപ്പി, പീസ്ഫുൾ. എൻ്റെ ഒരു പേർപ്പസ് എനിക്ക് ആഫ്റ്റർ മൈ 30s, മോർ ലൈക്ക് ആഫ്റ്റർ 33 ഒരു ക്ലാരിറ്റി കിട്ടി. ഇപ്പം ഇൻ റെട്രോസ്പെക്ട് എപ്പോഴും എനിക്ക് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലും ഇതിലൂടെ നടന്ന് ഇങ്ങനെ പാത്ത് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അവസാനം ഐ ഹവ് ഗോട്ട് ടു സം പാത്ത് ആൻഡ് ഐ എം ഫീലിംഗ് വെരി നൈസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നൈസ് ആൻഡ് പീസ്ഫുൾ.
ഓൺ ദി അതർ ഹാൻഡ് ഡേ ടു ഡേ സ്ട്രെസ്സസ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ കണ്ടന്റ് ഇപ്പോൾ അടുത്തത് ഇപ്പോൾ മദേഴ്സ് ഡേ വരുന്നുണ്ട്, കണ്ടന്റ് ഇടണം. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ എടുത്തോ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ബാംഗ്ലൂരിലൊന്ന് അനൗൺസ് ചെയ്യണം. അപ്പോൾ അത് ഏതാഴ്ച അനൗൺസ് ചെയ്യാം? സമ്മർ വെക്കേഷനിൽ അനൗൺസ് ചെയ്താലാണോ പേരൻസ് അറ്റൻഡ് ചെയ്യാൻ ചാൻസ്? അതോ അത് കഴിഞ്ഞ് സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അനൗൺസ് ചെയ്താലായിരിക്കും കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ ചാൻസ്? അപ്പം ആ തരത്തിലുള്ള കണ്ടന്റ് റിലേറ്റഡ് ചിന്തകൾ, വർക്ക് റിലേറ്റഡ് ചിന്തകൾ ഉണ്ടെങ്കിലും ഓൺ ദ ഹോൾ ഐ ഫീൽ മൈ മെന്റൽ ഹെൽത്ത് ഇസ് ഓൺ ട്രാക്ക്. അതാണോ ഹാപ്പിനെസ് തരുന്നത്? ഈ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണോ ഹാപ്പിനെസ് തരുന്നത്? അതോ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതാണോ കൂടുതൽ സന്തോഷം? കൂടുതൽ സന്തോഷം അടങ്ങി പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത് തന്നെയാണ്. അത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു 25 വയസ്സുള്ള സമയത്ത് എന്നോടൊന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പറ്റില്ല, ഒരിക്കലും ഞാൻ കേൾക്കില്ലായിരുന്നു. ഇപ്പം ചിലർ ചോദിക്കായിരുന്നു വാട്ട് വുഡ് യു ടെൽ യുവർ യങ്ങർ സെൽഫും ചോദിക്കുമായിരുന്നു. ഐ വുഡന്റ് ഹാവ് ഈവൻ ലിസൺ ടു മൈ ഓൾഡർ സെൽഫ്. സോ ആ ഓരോരോ ഏജുകളിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അലഞ്ഞു തിരിഞ്ഞ ചില കാര്യങ്ങൾ തലയിൽ കയറുള്ളൂന്നുണ്ടെങ്കിൽ അങ്ങനെ ഹസിൽ ചെയ്താണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഇന്ന് ഞാനിപ്പോൾ ഹസിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ദാറ്റ് പേഴ്സൺ ഷുഡ് ടേക്ക് എ കോൾ വെദർ ദേ വോണ്ട് ഹസിൽ ഓർ ദേ വോണ്ട് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അത് ആ പേഴ്സൻ്റെ കോളാണ്. ബട്ട് ഐ വിൽ ജസ്റ്റ് ടെൽ ദം ബി വിത്ത് ദ ഫ്ലോ. എന്നാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്നുള്ളത് ഞാൻ ഇന്ന് പറയും. ബിക്കോസ് ഇന്ന് എനിക്ക് വേറൊരു ആ ലെവൽ ഓഫ് നോളജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്ത് വന്നാലും നമ്മൾ ആ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ബട്ട് അന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കേൾക്കില്ലായിരുന്നു. ബട്ട് യാ, ഓൺ ദ ഹോൾ ഐ ഫീൽ ബീങ് പീസ്ഫുൾ ഈസ് ദ ബെസ്റ്റ്. വേറെ എന്തിനേക്കാൾ കൂടുതൽ മോർ ദാൻ anything, I would say that mental peace and sanity and health നന്നായിട്ട് വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്. ഓക്കെ, ആദ്യം അത് ചോദിക്കണമല്ലോ, എന്നിട്ട് വേണം ഞാൻ മറ്റുള്ളവരുടെ ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ കണ്ടിരിക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെൻ്റൽ പ്രഷറിലൂടെയും സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ തലയിൽ കൂടെ എന്തൊക്കെയോ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള 1, 2, 3 മാക്സിമം കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, നമ്പർ 1 എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബോഡിയും മൈൻഡും കണക്റ്റഡ് ആണ്. നമ്മൾ ഇന്ന് മൈൻഡ് ആൻഡ് ബോഡി കണക്ട് എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ കേൾക്കുന്നെങ്കിലും ഇതൊരിക്കലും ഡിസ്കണക്റ്റഡ് ആയിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടു ബിഗിൻ വിത്ത് നമ്മുടെ സിസ്റ്റം അതിനെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ബ്രെയിനിന് ഒരാൾ, ഇന്നയാൾ മാത്രം ബ്രെയിനിനെ കുറിച്ച്, അല്ലെ ഇത് ഹാർട്ടിന് വേറൊരാൾ, നെർവ്സിന് വേറൊരാൾ, ഡൈജഷൻ വേറൊരാൾ. പക്ഷേ ഇവിടെ സ്ട്രെസ് കൂടിയാലും നമുക്ക് ഡൈജഷൻ എഫക്റ്റ് ആവുന്നുണ്ടല്ലോ. സോ അവിടെ എല്ലായിടത്തും കണക്റ്റഡ് ആണ്. അപ്പം ഞാനിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ട് വരികയാണ്. 35 പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. ആ 35 പീപ്പിളിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വായിട്ടലച്ച് 3-4 മണിക്കൂർ സംസാരിച്ചിട്ട് വരുമ്പോൾ ഐ ഗെറ്റ് എ ഹെഡേക്ക്. Because a lot of people come and hug, a lot of people want my energy. I feel my energy is getting drained in those workshops. And I come back and ഒരു 2-3 days എനിക്ക് സെഷൻസ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് ഞാൻ ഇങ്ങനെ ചുരുണ്ട് മൂടി കിടക്കും, ഒരു ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കും. ബിക്കോസ് ഐ നീഡ് ടു റീഗെയിൻ ദറ്റ് ലോസ്റ്റ് എനർജി. ഞാൻ ഇൻട്രോവേർട്ട് ഒന്നുമല്ല, എന്നാലും എനിക്ക് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം. ഓക്കെ, നമ്മൾ എക്സ്ട്രോവേർട്ട് ആണെങ്കിലും നമുക്കിങ്ങനെ എനർജി ലോസ് ആവുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻട്രോവേർട്ട് ഉണ്ടാവുമായിരിക്കും ചിലപ്പം. സോ ആ ഒരു റിയലൈസേഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സോ ഐ വുഡ് സേ നമ്പർ 1, മൈൻഡ് ആൻഡ് ബോഡി ഈസ് ഓൾവേസ് കണക്റ്റഡ്. സോ നിങ്ങൾക്ക് ബോഡിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബോഡിയുടെ പ്രോബ്ലം ആണെന്ന് മാത്രം വിചാരിക്കാതെ ആ സമയത്ത് നിങ്ങളെ അലട്ടുന്ന വേറെന്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. കറക്റ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറേ പേര് നമ്മുടെ പേരൻറ്റിങ് നെറ്റ്വർക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അബ്യൂസീവ് റിലേഷൻഷിപ്പുകളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ശരിയാവുന്നുണ്ട്, അവരുടെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ശരിയാവുന്നുണ്ട്. ബിക്കോസ് ഇന്ന് റിസർച്ച് വരുന്നുണ്ട് പറയാൻ ദാറ്റ് നമ്മുടെ ആ ഇമ്മീഡിയറ്റ് എൻവയൺമെന്റ് അല്ലേ, അതിനകത്തുള്ള നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയും ഇതൊക്കെ നമ്മളെ ഫിസിക്കലി എഫക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, പുറം മുഴുവൻ എക്സിമ സോറിയാസിസ് പോലെ വന്ന് അവള് അത് സെപ്പറേഷൻ കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയറപ്പായി. സിസ്റ്റിക് ആക്നെ ക്ലിയർ അപ്പ് ആയിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആസ്തമ ശരിയായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ ബോഡി ആൻഡ് മൈൻഡ് ഇസ് ഓൾവേസ് കണക്റ്റഡ്. സോ അത് ഞാൻ എല്ലാവരോടും എക്സ്പ്ലോർ ചെയ്യാൻ പറയും. ആൻഡ് ഈ ബോഡി മൈൻഡിന്റെ കണക്ഷൻ മെയിനായിട്ട് വരുന്ന നെർവസ് സിസ്റ്റത്തിൽ കൂടിയാണ്. സോ നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിൽ, എപ്പോഴും ഒരു സർവൈവൽ മോഡിലാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരും. അതിനെ നമ്മളൊരു പാരസിമ്പത്തറ്റിക് മോഡിലോട്ട്, ഒരു കാം ഒരു മോഡിലോട്ട് കൊണ്ടുവരാനുള്ള ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന നമ്മൾ അതിനെ ഇങ്ങനെ കൊണ്ടുവരും. അല്ലാതെ ഒരിക്കലും നെർവസ് സിസ്റ്റം ഇങ്ങനെ ബ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പോകണം എന്നല്ല പറഞ്ഞു വരുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം മൈൻഡ് ബോഡി കണക്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ബോഡിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിക്കരുത്, മൈൻഡുമായിട്ട് അത് എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള അവയർനെസ്, എല്ലാവർക്കും കിട്ടേണ്ട ഒരു അവയർനെസ് ആണ്, അത് ഗ്യാദർ ചെയ്യുക. മൂന്നാമത്തേത് ഐ വുഡ് സേ നിങ്ങളുടെ കപ്പ് ഫുള്ളാവുന്നത് വാച്ച് ചെയ്യുക.
നിങ്ങളുടെ കപ്പ് ഫുൾ ആയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എംറ്റി ചെയ്യുക. അത് കുറേ പേര് ചെയ്യുന്നില്ല. ആ കപ്പ് ഇങ്ങനെ ഫുൾ കപ്പും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്തവരോട്, പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് അത് വെളിയിൽ വരും. എന്നിട്ട് നിങ്ങളിരുന്ന് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ആ കപ്പ് ഓവർഫ്ലോ ആവുന്നത്, ഫില്ലാവുന്നത് വാച്ച് ചെയ്യുക, മൈൻഡ്ഫുൾ ആയിരിക്കുക. അതിന് എവിടെയാണോ അത് പോർ ചെയ്യേണ്ടത് അത് ഹെൽത്തി ആയിട്ട് ഇരുന്ന് കരയുന്നതാവാം, ആരുടെ അടുത്തെങ്കിലും വൾണറബിൾ ആവുന്നതാവാം, തെറപ്പിക്ക് പോകുന്നതാവാം, ആങ്കർ മാനേജ്മെന്റ് ആവാം, എന്ത് തന്നെ ആവാം, ബ്രീതിങ് പ്രാക്ടീസസ് ആവാം, എനിത്തിങ്. അത് വെളിയിലോട്ട് വരണം. അതിൻ്റെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് അകത്തോട്ട് ഫില്ല് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അതായത് നല്ല കാര്യങ്ങളും കൊണ്ട് ഫില്ല് ചെയ്യുക. അത് പലരും ചെയ്യുന്നില്ല. അപ്പം ഞാൻ സ്ട്രെസ്ഡ് ആണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ ഹൗ ആർ യു നറിഷിങ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല പലർക്കും. സോ ഫൈൻഡ് ദാറ്റ് സംതിങ് ദാറ്റ് വിൽ നറിഷ് യു. ഇറ്റ് ക്യാൻ ബി എ ഹോബി, ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ കമ്മ്യൂണിറ്റി. കാരണം കുറേ പേര് ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മീറ്റ്സിനൊക്കെ വന്നിട്ട് പറയും 2 മണിക്കൂർ നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് എല്ലാത്തിനെ കുറിച്ച് പൊലമ്പി എടുത്ത് ബ്ലാവർ ചെയ്ത് റാൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിനൊരു സുഖം, ഫീലിംഗ് വെരി ലൈറ്റ്. ഇനി തിരിച്ചു പോകുന്നത് ഒരു വേറെ അമ്മയാണ്. സോ ഐ എം ഗോയിങ് ബാക്ക് ആസ് എ ഡിഫറെൻറ്റ് മോം എന്നൊക്കെ പറയാറുണ്ട്. സോ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ക്യാൻ ബി എനിത്തിങ്. സോ ഡു സംതിങ് ദാറ്റ് ക്യാൻ നറിഷ് യു ഓർ ദാറ്റ് ക്യാൻ ഫിൽ യുവർ കപ്പ് ഇൻ എ ഗുഡ് വേ. ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴെങ്കിലും നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും ഇഷ്ടമല്ലാതാവും. എനിക്കിതല്ലായിരുന്നു വേണ്ടിയിരുന്നത്, എനിക്ക് കുറച്ചുകൂടി സംതിങ് വേറെന്തോ ആയിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ഇൻസെക്യൂർ ആവാറുണ്ട് നമ്മുടെ ബോഡിയിൽ. മിക്കപ്പോഴും എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിനെന്താ നമുക്കൊരു പോം വഴി? അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. ആണുങ്ങൾക്ക് ഓഫ് കോഴ്സ് ആ ഗ്രോയിങ് അപ്പ് സ്റ്റേജിൽ, ആ പ്യൂബർട്ടിയിൽ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് വരുന്ന ചില ബോഡി ഇൻസെക്യൂരിറ്റി ചിലപ്പോൾ ലൈഫ് ലോങ് അവർക്ക് നിൽക്കാറുണ്ട്. ലൈക്ക് എന്നെ കാണാൻ കൊള്ളില്ലായിരുന്നു, അല്ലെങ്കിൽ കൺവെൻഷനലി ഐ എം നോട്ട് വെരി ഗുഡ് ലുക്കിംഗ്. ഒത്തിരി ആണുങ്ങൾ DM ചെയ്ത് പറയാറുണ്ട് കഷണ്ടി ആവുന്നത് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ്, അല്ലെങ്കിൽ ബോഡി ഹെയർ ഒത്തിരി ഉള്ളതൊരു പ്രശ്നം, ബോഡി ഹെയർ ഇല്ലാത്തതൊരു പ്രശ്നം. അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകളെ ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ നമ്മുടെ മീഡിയയിൽ സ്ത്രീ ശരീരം ധാരാളം ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയല്ലല്ലോ, അല്ല എൻ്റെ ബ്രസ്റ്റ് കാണാൻ അങ്ങനെയല്ലല്ലോ, അല്ലെ എൻ്റെ മുഖം അങ്ങനെയല്ലല്ലോ, എൻ്റെ ശരീര ആകൃതി അങ്ങനെയല്ലല്ലോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി നമുക്ക് കൂടുതൽ വരാൻ അതൊരു കാരണമാവുകയും, പിന്നെ നമ്മൾ ഒത്തിരി ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, ടീനേജ് എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. കാരണം ഒത്തിരി സ്ത്രീകൾ ഇപ്പം എൻ്റെയൊക്കെ വിമൻസ് വർക്ക്ഷോപ്സിന് വരുന്നവർ പറയാറുണ്ട് സ്വന്തം അമ്മ തന്നെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. ഇതെന്തുവാടി ഇതിനെ കാണാനൊരു ചക്കപ്പോത്തെ പോലെ ആണല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വീട്ടിൽ വരുന്നത്. അല്ല നീ ആ ഷോൾ ഇട്ടുണ്ടെങ്കിൽ പോ, ഇതെന്തുവാ പെണ്ണിന് 15-16 വയസ്സിൽ തന്നെ ഇത്രയുണ്ട്, അതാ ഇതാന്നൊക്കെ ഉള്ള വളരെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ടോണിലുള്ള ഒരു വർത്താനങ്ങൾ ഒത്തിരി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പം അമ്മമാരിൽ നിന്ന് തന്നെ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യൂലേ. അപ്പം ഇൻഫാക്ട് കുറേ സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട് ഞാനാണോ ചോദിച്ചു ഇത്രയും വലിയ ബ്രസ്റ്റ് വേണമെന്നോ അല്ലെങ്കിൽ എന്നൊക്കെയുള്ളത്. അപ്പം നമ്മുടെ മിസ്റ്റേക്ക് അല്ല, എന്നാൽ നമ്മൾ അതിനുള്ള ചീത്ത കേൾക്കുകയും വേണം. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഗ്രോപ്പിങ്ങോ മൊളസ്റ്റേഷനോ ഹരാസ്മെന്റോ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നീ അവിടെ പോയി നിന്നിട്ടല്ലേ, നീ ചിരിച്ച് കാണിച്ചിട്ടല്ലേ, അല്ലെ നീ ഷോൾ ഇടാതെ പോയി നിന്ന് കാണും എന്നൊക്കെയുള്ള നമ്മളെ തന്നെയുള്ളൊരു വിക്ടിമിനെ തന്നെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും? സത്യം. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് പീരിയഡ് ഷെയ്മിങ്. അപ്പൊ പീരിയഡ്സ് ആകുമ്പോൾ പോലും നമ്മളെ എംപവർ ചെയ്യിക്കുന്ന രീതിയിൽ അവിടെ ഒരു വർത്താനം ഇല്ലല്ലോ. എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതൊക്കെ വേദനയൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ എനിക്കൊക്കെ ഇതിനെക്കാട്ടിലും വലിയ എന്നല്ലേ അവർ പറയുന്നത്, നമ്മളൊക്കെ അതിനെക്കാട്ടിലും വലിയതായിട്ട് അനുഭവിച്ചെന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒരു ഇൻകൺവീനിയൻസ് ആയിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പം ബ്ലീഡ് ആവുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്ന് പോലും എനിക്ക് ഗേൾസ് അറ്റൻഡ് ചെയ്യുന്ന ഗേൾസ് പറയാറുണ്ട് മാം ഞാൻ എൻ്റെ തന്നെ പ്രൈവറ്റ് പാർട്സ് ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്താണ് നമ്മൾ ഈ പ്ലഷറിനെ കുറിച്ചും ഓർഗാസത്തെക്കുറിച്ചും ഇൻറ്റിമസിയെക്കുറിച്ചും കപ്പിൾസിനിടയ്ക്കുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ആദ്യത്തെ ലെവൽ പോലും അവർ ക്രോസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഈ മലമറിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും? അപ്പോൾ ഇത് ഒത്തിരി ലേയേഴ്സ് ഉള്ളൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ അവളെ എംപവർ ചെയ്തിരിക്കണം. 8-9 ഇയേഴ്സിൽ ബ്രസ്റ്റ് ബഡ്സ് ഉണ്ടാവും, പ്രീ പ്യൂബസൻ ടൈമാണ്. ആ സമയത്ത് നമ്മൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല നമ്മൾ ഇങ്ങനെ വേണം അതിനെ ആ കുട്ടി അത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ടീനേജർ ആവുന്ന സമയത്ത് ഇങ്ങനെ ഗൈഡ് ചെയ്ത് പോയിട്ട് പീരിയഡ്സ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിനോമിനൻ ആണ്. നിന്റെ 28 ഡേ ഹോർമോണൽ സൈക്കിളിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് മനസ്സിലാവും പീരിയഡ്സിന്റെ സമയത്ത് റെസ്റ്റ് എടുക്കണം, നിന്റെ ബോഡി എന്താണോ പറയുന്നത് അത് ലിസൺ ചെയ്യൂ. ഇപ്പം ഏത് പീരിയഡ്സിന്റെ അഡ്വർടൈസ്മെന്റിലുണ്ട് ഒരു കുട്ടി റെസ്റ്റ് എടുക്കുന്നത്? ഇല്ല.
എല്ലാത്തിനും ഓടിച്ചാടി നടക്കൂല്ലേ എല്ലാവരും? എല്ലാം പറ്റും. ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല. പക്ഷെ അത് പറയുന്നത് പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരി, അങ്ങനെയല്ല കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സബ് കോൺഷ്യസ് റെഫറൻസുകളും നമുക്ക് ഇങ്ങനത്തെയാണ് വന്നേക്കുന്നത്. വീട്ടുകാരും നമുക്ക് വേറെ രീതിയിലാണ് പറയുന്നത്, നാട്ടുകാർ വേറെ രീതിയിലാണ് പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്നതൊക്കെ എന്താ എന്നുള്ളൊരു തോന്നലേക്ക് വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അപ്പൊ എന്റെ പോലെ ഇപ്പൊ ആരും ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ആ കുട്ടിയെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് വരുമ്പം ഷീ വിൽ ഗ്രോ അപ്പ് ടു ബി എ വുമൺ ഹു റിയലി എംബ്രേസസ് ദിസ് പ്രോസസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. ഷീ വിൽ നോ ഓക്കെ ഇന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഇന്ന ടൈമിൽ ഇത് എനിക്കൊണ്ട് പറ്റത്തില്ല, അല്ല ഞാൻ ചെയ്യത്തില്ല, ഇതെൻ്റെ ബോഡി അലോ ചെയ്യുന്നൊരു കാര്യമല്ല എന്നൊക്കെ. ഷീ വിൽ ബി ഏബിൾ ടു ടോക്ക് ഫ്രം എ മച്ച് മോർ എംപവേർഡ് സ്പേസ്. അല്ല നാളെ തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരെങ്കിലും അവൾ നോക്കിയെടുത്താൽ തന്നെ ഇറ്റ്സ് അപ് ടു ഹിം ഓർ ഹൂവർ ഇറ്റ് ഇസ്. ആരാണ് നമ്മൾ അബ്യൂസ് ചെയ്യുന്നത്, അത് അബ്യൂസറാണ് അവിടെ അറ്റ് ഫോൾട്ട്, അല്ലാതെ ഞാനല്ല എന്നുള്ളതും ഷീ വിൽ നോ. ഷീൽ ബി അറ്റ് എ ബെറ്റർ പ്ലേസ് ടു ലവ് ഹെർ ബോഡി ഓർ ലവ് ഒക്കെ പോട്ടെ, ബോഡി പോസിറ്റിവിറ്റി ഒന്നും അല്ല, ബോഡി ന്യൂട്രാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജസ്റ്റ് ഫീൽ ന്യൂട്രൽ അബൌട്ട് യുവർ ബോഡി. യുവർ ബോഡി ഈസ് എ വെസൽ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻസൈഡ്. നിന്നെ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ്. നിനക്ക് വേണ്ടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്, നിനക്ക് വേണ്ടി ബ്രീത്ത് ചെയ്യുന്ന സാധനമാണ്, നിനക്ക് വേണ്ടി ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൗ ഇറ്റ്സ് ലുക്കിംഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ആ സെൽഫ് എസ്റ്റീം ബോഡി കോൺഫിഡൻസ് വളർത്തിയെടുത്തേ പറ്റത്തുള്ളൂ. ആൻഡ് കുട്ടികൾ ഹാസ് ടു സീ ഇറ്റ് ഫ്രം പേരൻസ്. നമ്മൾ തന്നെ വീട്ടിൽ നിന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഓഹ് എന്നെ കാണാൻ ഒരു മെനയില്ല, എന്റെ ഭംഗിയൊക്കെ പോയി, അതെല്ലാം പോയി, ബ്ലൗസ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല, മതി ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് പോവാ എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് വി നീഡ് ടു ബി കെയർഫുൾ. സോ ഐ തിങ്ക് ഇതൊക്കെ മൊത്തത്തിലൊന്ന് ചെയ്താൽ ഇനിയുള്ള ജനറേഷനിൽ മേ ബി കുറച്ചുകൂടെ ബോഡി പോസിറ്റിവിറ്റിയോ ബോഡി ലവ് സെൽഫ് ലവ് അതൊക്കെ വന്നിരിക്കും. മാറ്റങ്ങളിലൂടെ മാറ്റം ഉണ്ടാവട്ടെ. ഏതായാലും കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ എനിക്ക് സത്യമായിട്ടും തോന്നുന്നില്ല. കാരണം അമ്മാതിരി ഇൻഫിനിറ്റ് ആയിട്ടുള്ള എന്ന് തന്നെ പറയാം, അത്രയും മാത്രം നമുക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ളത് തന്നെ എല്ലാത്തിനും ഉത്തരം കിട്ടും. അതാണ് എനിക്ക് സ്വാതിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യം. ഒന്നിനും എനിക്കറിയില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുറന്നങ്ങ് പറയാൻ അറിഞ്ഞുകൂടാതെ. പക്ഷേ സ്വാതി ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്തിനെക്കുറിച്ച് ചോദിച്ചാലും പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടിരിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു അവസരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ വീണ്ടും കാണും ടോപ്പിക്സിൻ്റെ ഒരു വലിയ ഏരിയ ആയിട്ട്. താങ്ക് യു സോ മച്ച്.